മോഹൻലാൽ ഒരു സാധാരണക്കാരനായി എത്തുന്ന കഥാപാത്രങ്ങൾ കാണാനാണ് കൂടുതൽ പ്രേക്ഷകർക്കും താല്പര്യം. അതുതന്നെയാണ് നമ്മൾ തുടരുമെന്ന ചിത്രത്തിലൂടെ കണ്ടതും. അങ്ങനെ മോഹൻലാൽ എത്തിയപ്പോൾ പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കുകയും ആ സിനിമ ഗംഭീര വിജയമാക്കി മാറ്റുകയും ചെയ്തു. അങ്ങനെ ഒരു സാധാരണക്കാരനായി എത്തണമെങ്കിൽ അതൊരു സത്യനന്ദിക്കാട് സിനിമ തന്നെയായിരിക്കണം. അങ്ങനെ ഒരു ചിത്രത്തിലൂടെ മോഹൻലാൽ നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. എന്നാൽ ഇത്തവണ ഇച്ചിരി വ്യത്യാസമുണ്ടാകും. ഹൃദയപൂർവ്വം എന്ന സിനിമയിലേക്ക് നമ്മൾ സമീപിക്കുമ്പോൾ ഇങ്ങനെ ചില വ്യത്യാസങ്ങളുമായാണ് സത്യനന്ദിക്കാട് മോഹൻലാൽ നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത്. ഇപ്പോൾ ചിത്രത്തിൽ നിന്നും കുറേയധികം സ്റ്റിൽസുകൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട്. അത് വലിയ രീതിയിൽ വൈറലായി തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ്. പിന്നെ ഒരു സാധാരണക്കാരൻ മോഹൻലാലിനെ കാണണമെങ്കിൽ ഉടൻ തന്നെ നമ്മുടെ മുന്നിലേക്ക് അങ്ങനെ ഒരു സാധാരണക്കാരൻ മോഹൻലാൽ എത്തുകയാണ്. എന്നാൽ സാധാരണക്കാരനല്ല, ഒരു സാധാരണക്കാരനാണ് ജോർജ് കുട്ടി എന്ന ദൃശ്യത്തിലെ മോഹൻലാൽ. ദൃശ്യം 3 നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോവുകയാണ്. അതിനെക്കുറിച്ചും പറയേണ്ടതുണ്ട്. അതിനു മുമ്പേ ഹൃദയപൂർവ്വം എന്നതും ഇക്കാലത്തെ ഒരു മോഹൻലാൽ ആണെന്ന് തന്നെ പറയാം. അങ്ങനെ പഴയ ഒരു മോഹൻലാലിനെ അല്ല കൊണ്ടുവരുന്നത്. കഥയും സത്യനന്ദിക്കാട് അവസാനമായി മോഹൻലാലിനൊപ്പം പ്രവർത്തിച്ചത് എന്നും എപ്പോഴും എന്ന ചിത്രത്തിലായിരുന്നു. ഹൃദയപൂർവ്വം വരുന്നത് 2025-ലും 10 വർഷത്തെ ഇടവേള. സിനിമയിൽ സംഭവിക്കുന്ന ഇടവേള പിണക്കമല്ല എന്ന് സത്യനന്ദിക്കാട് പറയുകയാണ്. പണ്ടും ഇതുപോലുള്ള ഇടവേളകൾ സംഭവിച്ചിട്ടുണ്ട്. അന്നൊക്കെ ലാലിനെ വെച്ച് ഒരു സബ്ജക്റ്റ് ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഡേറ്റ് പ്രശ്നമാകും. ലാലിന്റെ ഡേറ്റ് കിട്ടാൻ ഒരു മാർഗവും ഇല്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് മറ്റ് പ്രോജക്റ്റുകളിലേക്ക് പോകുന്നതും ഇടവേള സംഭവിക്കുന്നതും. എന്നും എപ്പോഴും എന്ന ചിത്രത്തിന് ശേഷം സിനിമ ചെയ്യാൻ ആലോചിച്ച ആശയങ്ങളൊന്നും ലാലിന് യോജിച്ചത് ആയിരുന്നില്ല. ജോമോന്റെ സുവിശേഷങ്ങൾ, ഞാൻ പ്രകാശൻ, മകൾ തുടങ്ങി പിന്നീട് സംഭവിച്ച ചിത്രങ്ങൾ യഥാക്രമം ദുൽഖർ സൽമാൻ, ഫഹദ് ഫാസിൽ, ജയറാം എന്നിവർക്ക് പറ്റിയ കഥകൾ ആയിരുന്നു. പുതിയ കാലത്ത് ലാലിനെ വെച്ച് ഒരു പ്രോജക്റ്റ് ചിന്തിക്കണമെങ്കിൽ അത്രയും ആഴമുള്ള ഒരു ആശയം നമ്മളിലേക്ക് എത്തണം. അങ്ങനെ ചിന്തിച്ചപ്പോൾ ഹൃദയപൂർവ്വം വരെ ഒരു ഇടവേള സംഭവിച്ചു. വാസ്തവത്തിൽ ഹൃദയപൂർവ്വത്തിന്റെ വർക്കുകൾ തുടങ്ങുമ്പോഴാണ് ലാലും ഞാനും ഒന്നിച്ചിട്ട് 10 വർഷമായി എന്ന് ചിന്തിക്കുന്നത് പോലും. ഹൃദയമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞ ഒരാളായിട്ടാണ് മോഹൻലാൽ ഹൃദയപൂർവ്വം എന്ന സിനിമയിൽ വേഷമിടുന്നത്. മോഹൻലാലിനെ തനിക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നതെന്നും സത്യനന്ദിക്കാട് പറയുന്നുണ്ട്. കുറച്ചു കൊല്ലങ്ങൾക്ക് മുൻപ് സിനിമയിലെത്തി എന്നുള്ളതുകൊണ്ട് എന്നെ ഒരു പഴയ ചിന്താഗതിയുള്ള സംവിധായകനായി കണക്കാക്കേണ്ട കാര്യമില്ല. ഈ തലമുറയിൽപ്പെട്ട ആളാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ കേരളത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയ തലമുറയിൽപ്പെട്ടവരുടെ സിനിമകളാണ്. ഞാൻ വീക്ഷിക്കുന്നത് പുതിയ തലമുറയിലെ സംവിധായകരെയാണ്. എൻ്റെ വീട്ടിൽ തന്നെ പുതിയ തലമുറയിൽപ്പെട്ട 2 സംവിധായകരുണ്ട്, മക്കളായ അനൂപ് സത്യനും അഖിൽ സത്യനും. സിനിമയിൽ ബോധപൂർവമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കില്ല. ഒരു പഴയ ചിന്താഗതിയിലുള്ള സംവിധായകൻ വിചാരിക്കുകയാണ് പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് വേറൊരു തരത്തിലുള്ള സിനിമകളാണ് ആവശ്യം. അങ്ങനെ ചിന്തിച്ച് സിനിമകൾ ചെയ്താൽ അത് നന്നാവില്ല. പുതുമ വളരെ നാച്ചുറലായി നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്യണം. പണ്ടത്തെ എൻ്റെ ഹിറ്റ് സിനിമകളെ ഫോർമുലയിലോ ചിന്താഗതിയിലോ മേക്കിങ്ങിലോ അല്ല ഹൃദയപൂർവ്വം എന്ന സിനിമയെ സമീപിച്ചിരിക്കുന്നത്. പുതിയ തലമുറയ്ക്ക് വേണ്ടി മനഃപൂർവ്വം ഒന്നും ചെയ്യാനും ശ്രമിച്ചിട്ടില്ല. കാലത്തിനനുസരിച്ച് സിനിമയ്ക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എൻ്റെ ഉള്ളിലും വളരെ നാച്ചുറലായി സംഭവിക്കുന്നുണ്ട്. എൻ്റെ കണ്ണും കാതും തുറന്നു വെച്ചിരിക്കുന്നത് പുതിയ കാലഘട്ടത്തിലാണ്. യുവ സംവിധായകർക്കൊപ്പം യാത്ര ചെയ്യുന്ന ഒരു യുവ സംവിധായകൻ ആയിട്ട് മാത്രമേ ഞാൻ എന്നെ കരുതുന്നുള്ളൂ. പുറമേ നിന്ന് നോക്കുന്നവർക്ക് ആ സത്യനന്ദിക്കാട്, അയാൾ 80കളിൽ വന്ന ആൾ, പഴഞ്ചൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും പുതിയ സംവിധായകനാണ്. അതുകൊണ്ട് തന്നെ ഹൃദയപൂർവ്വം പുതിയ തലമുറയ്ക്കും ആസ്വദിക്കാൻ തക്ക രീതിയിൽ സ്വാഭാവികമായി ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. പുതുമയെന്നും ന്യൂ ജനറേഷൻ ചിന്താഗതി എന്നുമൊക്കെ പറയുമെങ്കിലും എപ്പോഴും ഞാൻ സിനിമയുടെ ആശയത്തിലാണ് മുൻതൂക്കം നൽകുന്നത്. മലയാള സിനിമ പരിശോധിച്ചാൽ ഏറ്റവും മികച്ച കണ്ടന്റുകൾ പഴയ കാലത്താണ് ഉണ്ടായിരിക്കുന്നത്. പ്രസന്റേഷൻ മാത്രമാണ് പുതിയ കാലത്ത് വലിയ രീതിയിൽ മാറ്റം സംഭവിച്ചിരിക്കുന്നത്. 80കളിലും 90കളിലും മലയാള സിനിമ സധൈര്യം പറയാത്ത എന്ത് പുതിയ ആശയമാണ് ഇക്കാലത്ത് സിനിമ ചർച്ച ചെയ്യുന്നത്. മലയാള സിനിമയുടെ ആശയം എക്കാലവും ദൃഢമായത് തന്നെയാണ്. കാലത്തിനും ചിന്തയ്ക്കും അനുസരിച്ച് അതങ്ങനെ അവതരിപ്പിക്കുന്നു എന്നതിലാണ് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. മാറ്റങ്ങൾ ഞാനും ഉൾക്കൊണ്ടിട്ടുണ്ട്. ബോധപൂർവം ന്യൂ ജനറേഷനായി മാറാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഹൃദയപൂർവ്വം വളരെ പ്ലസന്റായി പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരു ഫ്രഷ് സിനിമ തന്നെയാണ്. ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകളാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന മോഹൻലാലിനെയാണ് ഞാൻ എൻ്റെ സിനിമയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഹൃദയപൂർവ്വത്തിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇതായിരുന്നു. കഴിഞ്ഞ ദിവസം വന്ന സ്റ്റിൽസുകളും അദ്ദേഹത്തിന്റെ വാക്കും നോക്കുകയാണെങ്കിൽ ഒരു ഫ്രഷ് ഫീല് നമുക്ക് നൽകുന്നുണ്ട്.